വയസ്സിനപ്പുറം പിന്നെ ഒരു 10% ഡെവലപ്പ് ചെയ്യാനുള്ളൂ. ബട്ട് വാട്ട് വി ഇന്ത്യൻസ് ഡു, നമ്മളെപ്പോഴാണ് ഒരു കുട്ടിയുടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക? കുട്ടി 9th 10th കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന കാലത്താണ് നമ്മൾ പഠിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡിൽ ഏറ്റവും നല്ല ഇൻപുട്ട് കുട്ടിക്ക് കൊടുക്കാൻ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് മോണ്ടിസറിയാണ്. അത് സ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടിക്ക് അറ്റൻഷൻ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്നത്. നമ്മൾ ഈ കുട്ടിക്ക് ഇന്നൊരു ടോയ് മേടിച്ചു കൊടുക്കും, നാളെ വേറൊരു ടോയ് മേടിച്ചു കൊടുക്കും. അപ്പോൾ ഈ കുട്ടി ഹീ വിൽ ത്രോ അവേ ദ യെസ്റ്റർഡേസ് ടോയ് ആൻഡ് ഹീ വിൽ പ്ലേ വിത്ത് ദ ന്യൂ ടോയ്. അപ്പോൾ കുട്ടിയുടെ അറ്റൻഷൻ പോലും ഇങ്ങനെ സ്വിച്ച് ഓവർ ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലും കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ത് വേണം? എഡ്യൂക്കേഷൻ പർപ്പസ്ഫുള്ളി കുട്ടിയിൽ ഇത്തരം ക്വാളിറ്റീസ്, കോൺസെൻട്രേഷൻ, അറ്റൻഷൻ ഒക്കെ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്ക് വീട്ടിലത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ്റെ ബേസിസിലെങ്കിലും നമ്മളത് കൊടുത്താലായിരിക്കും കുട്ടിക്ക് ഏറ്റവും അധികം ഇഫക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള ഇൻപുട്ട് കിട്ടുക. അതുകൊണ്ട് മോണ്ടിസറിയാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്. എസ്പെഷ്യലി പ്യുവർ മോണ്ടിസറി. 5-6 വയസ്സ് വരെ ഒരു മോണ്ടിസറി സിസ്റ്റത്തിൽ പഠിച്ചൊരു കുട്ടി അതിനുശേഷം വേറെ എവിടെ പോയാലും the base is very strong and the child will excel in every area where he or she steps into.